നമസ്കാരം. നഴ്സിംഗ് രംഗത്ത് ഒരു റിസർച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ശരിയായ ഒരു റിസർച്ച് പ്രോബ്ലം കണ്ടെത്തുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന 5 കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ദിവസവും കാണുന്ന രോഗികൾ, നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ആശയങ്ങൾ കിട്ടാറില്ലേ? പക്ഷേ ആ ഒരു ചെറിയ തീപ്പൊരിയെ ഒരു വലിയ ഗവേഷണമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അതിന്റെ ആദ്യത്തെ പടി ഒരു മികച്ച ഗവേഷണ പ്രശ്നം രൂപപ്പെടുത്തുക എന്നതാണ്. അപ്പോൾ ഒരു ഐഡിയയെ എങ്ങനെ ഒരു ഇംപാക്റ്റ്ഫുൾ റിസർച്ചാക്കാം? അതിന് നമ്മളൊരു 5 പോയിന്റ് ലിറ്റ്മസ് ടെസ്റ്റ് ഉപയോഗിക്കും. പ്രാധാന്യം, സാധ്യത, പിന്നെ അത് റിസർച്ച് ചെയ്യാൻ പറ്റുന്നതാണോ, വ്യക്തതയുണ്ടോ, ഒടുവിൽ ധാർമ്മികമാണോ എന്നൊക്കെ നോക്കും. ഇതാണ് നമ്മുടെ ഇന്നത്തെ റോഡ് മാപ്പ്. അപ്പോൾ എന്താണ് ഈ റിസർച്ച് പ്രോബ്ലം? സിമ്പിളായി പറഞ്ഞാൽ, നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങളും രോഗികളുടെ പരിചരണം ഇതിൽ നന്നായി ചെയ്യാൻ നമ്മൾ അറിയേണ്ട കാര്യങ്ങളും തമ്മിലുള്ളൊരു ഗ്യാപ്പ്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, നമ്മുടെ ലിറ്റ്മസ് ടെസ്റ്റിലെ ആദ്യത്തെ പോയിന്റ് പ്രാധാന്യം. നമ്മൾ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം ഇതാണ്: സോ വാട്ട്? അതായത്, ഈ ഗവേഷണം കൊണ്ട് നഴ്സിംഗ് ഫീൽഡിന് എന്ത് ഗുണമുണ്ട്? നമ്മുടെ പഠനം വെറുതെ ലൈബ്രറിയിലെ ഷെൽഫിൽ ഇരിക്കാനുള്ള ഒന്നാകരുത്, അല്ലേ? അത് നഴ്സിംഗ് അറിവിലെ ഏതെങ്കിലും വിടവ് നികത്തണം. രോഗികൾക്കോ സഹപ്രവർത്തകർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് മൊത്തത്തിലോ ഒരു മാറ്റം കൊണ്ടുവരണം. അടുത്തത് ഒരു റിയാലിറ്റി ചെക്കാണ്. ആശയം ഗംഭീരമായിരിക്കും, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇവിടെയാണ് നമ്മൾ പ്രാക്ടിക്കലാവേണ്ടത്. ആവശ്യത്തിന് പണം, സൗകര്യങ്ങൾ ഒക്കെയുണ്ടോ? നിങ്ങളുടെ കയ്യിലുള്ള സമയം മതിയോ? പിന്നെ ഏറ്റവും പ്രധാനം, പഠിക്കാൻ ആവശ്യമായ ആളുകളെ കിട്ടോ? അതുപോലെ ഈ സ്റ്റഡി ചെയ്യാനുള്ള സ്കിൽസും എക്സ്പീരിയൻസും നമുക്കുണ്ടോ എന്നും സ്വയം ചോദിക്കണം. മൂന്നാമത്തെ ടെസ്റ്റ് മെഷർമെന്റ് ടെസ്റ്റ്. അതായത്, നിങ്ങളുടെ ഈ ചോദ്യത്തിന് ഡാറ്റ വെച്ച് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ? ദാ ഈ ഉദാഹരണം നോക്കൂ. നഴ്സുമാർ യൂണിയനിൽ ചേരണോ? ഇത് ശരിയോ തെറ്റോ എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിന് പല അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ യൂണിയൻ മെമ്പർഷിപ്പ് നഴ്സുമാരുടെ റീറ്റൻഷൻ റേറ്റിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഡാറ്റ വെച്ച് അളക്കാൻ പറ്റും. അതാണ് വ്യത്യാസം. അപ്പോൾ പോയിന്റ് ഇതാണ്: നമ്മുടെ റിസർച്ച് പ്രോബ്ലത്തിൽ കൃത്യമായി നിർവചിക്കാനും അളക്കാനും പറ്റുന്ന കാര്യങ്ങൾ, അതായത് വേരിയബിൾസ്, ഉണ്ടായിരിക്കണം. നാലാമത്തെ ചെക്ക് ക്ലാരിറ്റി ചെക്ക്. നിങ്ങളുടെ റിസർച്ച് പ്രോബ്ലം വായിച്ചാൽ ആർക്കും ഒരു സംശയവും തോന്നരുത്. ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അതായത്, ആരെയാണ് പഠിക്കുന്നത്? നഴ്സുമാർ എന്ന് പൊതുവായി പറയുന്നതിനു പകരം ICU നഴ്സുമാർ എന്ന് കൃത്യമായി പറയണം. എന്തൊക്കെ വേരിയബിൾസാണ് നോക്കുന്നത്? എവിടെയാണ് പഠനം നടത്തുന്നത്? ഇതെല്ലാം വളരെ പ്രിസൈസ് ആയിരിക്കണം. തെറ്റിദ്ധാരണയ്ക്ക് ഒരു പഴുതും കൊടുക്കരുത്. അവസാനത്തെ, പക്ഷെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: ഇത് ചെയ്യാൻ പാടുള്ളതാണോ? അതായത്, നമ്മുടെ എത്തിക്കൽ കോമ്പസ് എന്താണ് പറയുന്നത്? നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. റിസർച്ച് ചെയ്യുന്നത് മനുഷ്യരിലാണ്. അതുകൊണ്ട് അവരുടെ സുരക്ഷയാണ് ഏറ്റവും വലുത്. നമ്മുടെ പഠനം കാരണം അവർക്കൊരു ദോഷവും വരരുത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ റിവ്യൂ ബോർഡിന്റെ IRB അനുമതി കിട്ടുന്ന ഒന്നായിരിക്കണം നമ്മുടെ വിഷയം. ചുരുക്കി പറഞ്ഞാൽ, പഠനം കൊണ്ടുള്ള ഗുണങ്ങൾ അതിലെ റിസ്കുകളേക്കാൾ ഒരുപാട് മുകളിലായിരിക്കണം. അപ്പോൾ ഇതാണ് ഒരു മികച്ച ഗവേഷണ പ്രശ്നത്തിനുള്ള നമ്മുടെ 5 സ്റ്റെപ്പ് ബ്ലൂ പ്രിന്റ്. 1. ഇത് നഴ്സിംഗിന് പ്രധാനപ്പെട്ടതാണോ എന്ന് നോക്കുക. 2. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ എന്നുറപ്പിക്കുക. 3. ഇത് അളക്കാൻ കഴിയുന്ന ഒന്നാണോ? 4. വളരെ വ്യക്തമായി എഴുതുക. 5. ഇത് ധാർമ്മികമായി ശരിയാണോ എന്ന് പരിശോധിക്കുക. ഈ 5 ഫിൽട്ടറുകളിലൂടെ നിങ്ങളുടെ ഐഡിയ കടത്തിവിട്ടാൽ മതി. ഈ പറയുന്നതുപോലെ ഒരു നല്ല ഗവേഷണ പ്രശ്നം കണ്ടെത്തുന്നത് ഒരു വിജയകരമായ പ്രോജക്റ്റിന്റെ അടിത്തറ പാകുന്നതുപോലെയാണ്. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ പിന്നെ മുകളിലോട്ട് എന്ത് കെട്ടിപ്പൊക്കിയിട്ടും കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മികച്ച ഗവേഷണ പ്രശ്നം എങ്ങനെ രൂപപ്പെടുത്താം എന്നതിനെക്കുറിച്ച് നല്ലൊരു ധാരണ കിട്ടിക്കാണും. നിങ്ങളുടെ ഓരോ കണ്ടെത്തലിനും രോഗീ പരിചരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആദ്യം പരിഹരിക്കാൻ പോകുന്ന പ്രശ്നം ഏതാണ്?